ലതയ്ക്ക് എന്താ പാട്ടിനോട് ഇത്ര വലിയ കമ്പം? ഇതും തൂക്കിയാണല്ലോ നടപ്പ്. വീട്ടിൽ തോൺ ചെയ്താൽ ചേട്ടൻ ദേഷ്യപ്പെടും. അത് കൊള്ളാം. ലതയുടെ ചേട്ടൻ എന്താ സംഗീത വിരോധിയാണ്? എങ്കിൽ അങ്ങേരൊരു സ്ത്രീ വിദ്വേഷിയായിരിക്കും തീർച്ച. മോഹനന്റെ ചേട്ടനെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. കാണാതെയും അറിയാതെയും ആരെ പറ്റി അഭിപ്രായം പറയരുത്. മോഹൻ എന്താ ജ്യോത്സ്യനാണോ? ജ്യോത്സ്യനല്ല, പക്ഷെ അതാണ് മനഃശാസ്ത്രം. കുഞ്ഞേ വല്ലതും തരണേ. ഇയാൾ ഇവിടെ എത്തിയോ? ശല്യം. തനിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഇത് തന്നെയാണ് കുഞ്ഞെ എന്റെ ജോലി. എടോ, ഇന്നലെ തന്റെ വലതുകാലിലായിരുന്നല്ലോ ചുണ്ടൽ, ഇന്നത് ഇടതുകാലിലായോ? അയ്യോ സാറേ, ഇതൊരു തരം വാദമാ, മുടന്ത് വാദം. ഇടതും വലതും എല്ലാം ചിലപ്പോ മാറി മാറി വന്നെന്നിരിക്കും. ഇന്ന് ഇതിലാണെങ്കിൽ നാളെ മറ്റതിലായിരിക്കും. അതാ ഇതിന്റെ ലക്ഷണം. ഇയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചാൽ ഈ മുടന്തങ്ങ് മാറിക്കൊള്ളും. ഇന്നേ വരെ പോലീസുകാർ മുടന്ത് മാറ്റിയ ചരിത്രമില്ല കുഞ്ഞെ. മുടന്തുണ്ടാക്കാനാണെങ്കിൽ അവര് വിചാരിച്ചാ സാധിക്കും. ഒന്ന് നിർത്തണോ? അപ്പോ കാശ് തന്നാ എന്റെ ശല്യം ഉണ്ടാവൂല. പിന്നെ ഈ വഴിക്കൊന്നും എന്നെ കാണുകയുമില്ല. അയ്യോ ചേട്ടൻ, മോഹൻ പോയിക്കോളൂ. ചേട്ടൻ നീ എന്താ ഇവിടെ? കുറച്ച് കൂട്ടുകാരികളുമായി വന്നതാ. ചേട്ടൻ വരുന്നത് കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ചേട്ടൻ ഇവിടെ? ഞാൻ കുറച്ച് കാറ്റ് കൊള്ളാമെന്ന് കരുതി വന്നു. വരൂ. അയ്യോ, കൊച്ചിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇതാ കൊച്ചിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. കൊച്ചി നാട്ടിലെങ്ങും ഉള്ളതല്ല. പുതിയതായിട്ട് വന്നായിരിക്കും അല്ലേ? ടൂറിസ്റ്റ് ആണോ? എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, എന്നെ പോലൊരു പാവം മുടന്തന് 5 രൂപ ഈ നാട്ടിലുള്ളവർ തരില്ല. ഇവിടെ ഉള്ളവരെല്ലാം കണ്ണി ചോരയില്ലാത്തവരാ. മുടന്തനെ കണ്ടാലും പറയും തൊഴിലെടുത്തൂടെ, അല്ലെങ്കിൽ പോലീസിൽ പിടിപ്പിക്കും എന്നൊക്കെ. അലവലാദികളാ സാറേ, കാശിന് കൊള്ളാത്ത എരപ്പാളികൾ. ഞാൻ പോട്ടെ സാർ. പാവം അല്ലേ ചേട്ടാ?
കാലത്ത് വരാൻ പറയൂ. അയാൾ പോകുന്നില്ല. എന്തോ അത്യാവശ്യ കാര്യമാണ്, കണ്ടേ മതിയാവൂന്ന് പറയുന്നു. സുധേ, ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. പാല് കുടിച്ചില്ലല്ലോ, തണുത്തു പോകും. പാല് തണുത്താലും കുടിക്കാം, പക്ഷെ ഇത് ചീത്തയായി പോയി. ചീത്തയായ പാല് ഞാൻ കുടിക്കാറില്ല. ചേട്ടാ, എന്താ, എന്തുണ്ടായി? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? രമേ, ഇന്ന് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. നാളെയേ ഉള്ളൂ. നീ എന്താ കുളിക്കാൻ തുടങ്ങിയായിരുന്നു? നീ എന്റെ പൗരുഷത്തെയാണ് ചോദ്യം ചെയ്തത്. നിന്നെ ഞാൻ നിന്നെ തല്ലുന്നില്ല. തല്ലിയാൽ ഞാനും നീയും തമ്മിൽ പിന്നെ എന്താടാ വ്യത്യാസം? നിങ്ങൾ ഡ്രസ് ചെയ്ത് പുറത്തേക്ക് വരൂ. രമേ, നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. എന്നില്ലാത്ത എന്തോ ഒരു പ്രത്യേകത നീ ഇവനിൽ കണ്ടു. നിനക്കിഷ്ടപ്പെട്ടു. ഞാൻ തടസ്സം നിൽക്കുന്നില്ല. വേണ്ട, ഒന്നും പറയണമെന്നില്ല. ഈ സന്ദർഭത്തിൽ വാക്കുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പാടില്ല. അവിടെ വീഴൂ, ജയന്റെ കാലിൽ. ഇനി അവനാണ് നിനക്കെല്ലാം.
പൊയ്ക്കൊള്ളൂ. പൊയ്ക്കൊള്ളാൻ. ജയൻ, ഇവളെയും കൊണ്ട് പോകൂ. പോകാൻ. വരൂ. ഒരു കാര്യം കൂടി. നാളെ ഇവനേക്കാൾ പ്രത്യേകത നിനക്ക് മറ്റൊരാൾ തോന്നിയേക്കാം. അപ്പൊ ഞാൻ ചെയ്തതുപോലെ ഇവൻ ചെയ്യണമെന്നില്ല. സൂക്ഷിച്ച് ജീവിക്കൂ. നിങ്ങൾ തമ്മിൽ പിരിയാതിരിക്കട്ടെ. ഗുഡ് ബൈ. അതിനുശേഷം ഈ അടുത്ത കാലത്താണ് ഞാൻ അവരെ കാണുന്നത്. സുധ എന്തിന് കരയുന്നു? സാറിന്റെ ദുഃഖോർത്ത്. കരയരുത്. കണ്ണുനിന്ന് തുടയ്ക്കൂ. ഞാൻ എപ്പോഴും പറയാറില്ലേ, കണ്ണുനീർ ഒന്നിനും പരിഹാരമാവില്ലെന്ന്. ഇതാ, ഇതുകൂടി ടൈപ്പ് ചെയ്തുകൊണ്ട് വരും. ഹലോ ഹലോ, ലതയാണോ? എവിടുന്ന? ഓക്കെ ലതേ, ഞാൻ അങ്ങോട്ട് വരണമെന്ന്. ലത പറയൂ. ശരി, ഞാൻ ഇപ്പൊ വന്നേക്കാം. ഹലോ, ആ റൂം നമ്പർ 23 ഒന്ന് വേണമല്ലോ. ഹലോ, സതീശല്ലേ? ആ ഓക്കെ, ഞാൻ ഇപ്പൊ വരാം. അതേടാ. ഇന്ന് നമുക്കൊരു പടത്തിന് പോകാം. ലവ് സ്റ്റോറിക്ക് ഞാൻ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഏത് ഷോയ്ക്കാ? 3 മണിക്കുള്ള മാറ്റിനിക്ക്. ഇപ്പോ മണി 1 ആയുള്ളൂ. ആ, നമുക്കൊരു കാര്യം ചെയ്യാനല്ലേ, ഇവിടെ അടുത്ത ഹോട്ടലിൽ എന്റെ ഒരു ഫ്രണ്ട് താമസിക്കുന്നുണ്ട്. ദുബായിൽ നിന്ന് വന്നതാ. നമുക്കൊന്ന് പോയി കണ്ടേച്ചു വരാം. വേണ്ട, ഞാനില്ല. ഒരു 5 മിനിറ്റ് കണ്ട് സംസാരിച്ചിട്ട് തിരിച്ചു പോരാം. അവനിന്ന് വൈകിട്ട് മടങ്ങിപ്പോവും. രാവിലെ മുതൽ ഫോണിൽ വിളിക്കുന്നതാ. പ്ലീസ്. ശരി, വേഗം തിരിച്ചു പോരണം. ഓക്കെ ഓക്കെ. വരൂ. ഹലോ, ഇതാരും മോഹനോ? വരൂ. ഇരിക്കൂ, ഇരിക്കൂ. അല്ല, ഇതാര്? തന്റെ വൈഫോ? വൈഫായില്ല, വിവാഹം കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. പേരില്ല താ. ആ ലതേ, ഇതെന്റെ ഒരു പഴയ സുഹൃത്താണ്, മിസ്റ്റർ സതീഷ്. ദുബായിക്കാരനാ. ആ, തനിക്കെന്താണ് ഒരു പ്രയാസം? ഒന്നുമില്ല. ഇവരുമായി വരുന്ന കാര്യം തനിക്കൊന്ന് നേരത്തെ വിളിച്ച് പറയാമായിരുന്നല്ലോ. ഓ, അപ്പൊ വിളിച്ച് അനുഭവം ചോദിച്ചിട്ടേ വരാൻ പാടുള്ളൂ. അല്ല, പിന്നെ എനിക്ക് പറയണോ? 1:30 എയർപോർട്ട് വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അത് ശരി, അപ്പൊ ഞങ്ങൾ പോകണം അല്ലേ? ശരി, പോവാ. ഇരിക്കടോ, താൻ എന്തൊരാളാ? ഞാൻ അവനെ കണ്ടിട്ട് 1 മണിക്കൂറിനുള്ളിൽ വരും. അതിനായി. അപ്പൊ പോയിട്ട് വാ. ആ പിന്നെ, ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പ് പോയിക്കളല്ലേ. വേണ്ടായിരുന്നു, നമുക്ക് പോകാം. അത് ശരിയല്ല. ഇനി അവൻ വന്നിട്ട് നമുക്ക് പോവാം. എന്തിനാ കഥ കടയ്ക്കുന്നേ? അതെ, ഹോട്ടലല്ലേ, വരുന്നവരും പോകുന്നവരും ഒക്കെ നോക്കിക്കൊണ്ട് പോവും. പ്രത്യേകിച്ചും ഒരു പെണ്ണിരിക്കുന്ന കണ്ടാൽ.